ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാൽ, അപ്പം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ഒരു ലൈക്കും ഒരു ഹൈപ്പും കൂടി അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പം നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ കൃഷ്ണമോള് സ്കൂളിൽ പോകാൻ തയ്യാറായിട്ട് യൂണിഫോം ഒക്കെ ഇട്ട് ഇങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ബാലചന്ദ്രനും ബബിതയും നമ്മുടെ അലീനയും ഉണ്ട്. അലീന ലഞ്ച് ബോക്സും ടിഫിൻ ബോക്സും എല്ലാം എടുത്ത് ടേബിളിന്റെ മുകളിൽ വെക്കാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഇവര് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും, കാപ്പി കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ബബിതയോട് ബാലചന്ദ്രൻ പറയാണ്, വേണമെങ്കിൽ നിനക്കും പോകായിരുന്നു മോളെ, നിനക്ക് വേണമെങ്കിൽ കോളേജിൽ പോകാമായിരുന്നെന്ന് പറഞ്ഞപ്പോ, പിന്നെ എനിക്ക് ഇവളുടെ അത്രയും മനക്കെട്ടിയൊന്നും ഇല്ല, തൊലിക്കെട്ടിയൊന്നും ഇല്ല, ഇവക്ക് ഭയങ്കര തൊലിക്കെട്ടിയാണല്ലോ, അതുകൊണ്ടാണ് ഇവള് പോകുന്നത്, അല്ലാതെ ഇവളുടെ മനോധൈര്യം ഒന്നും അല്ല ഇത്, ഇവളുടെ തൊലിക്കെട്ടി സമ്മതിക്കണമെന്ന്. ഇത് കേട്ടത് നമ്മുടെ കൃഷ്ണമോൾക്ക് ദേഷ്യം വന്നു. കൃഷ്ണമോള് പറഞ്ഞു, തൊലിക്കെട്ടി എനിക്കല്ല, തൊലിക്കെട്ടിയെ ഏറ്റവും കൂടുതലുള്ളത് ബബിതേച്ചിക്ക് തന്നെയാ, അതിവിടെ എല്ലാവർക്കും അറിയാന്ന്. ഇത് കേട്ടപ്പോ, നീ എന്താടി പറയുന്നത്, തൊലിക്കെട്ടിയോ? അതെന്താടി നീ അങ്ങനെ പറഞ്ഞത്? തൊലിക്കെട്ടി എനിക്ക് ഏറ്റവും കൂടുതലെന്ന്. ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊന്നും അറിയാതെ, ആരും പറയുന്നത് കേൾക്കാതെ, മൈൻഡ് ചെയ്യാതെ ഒരു ഫോണും കുത്തി പിടിച്ച് 24 മണിക്കൂറും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ള മനോധൈര്യം ഉണ്ടല്ലോ, അത് വല്ലാത്ത തൊലിക്കെട്ടി തന്നെയാ. അപ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറയാതെ, തൊലിക്കെട്ടിയുടെ പേരിൽ നിങ്ങൾ രണ്ടും കൂടുതൽ തർക്കിക്കണ്ട, ഈ വീട്ടില് എനിക്ക് ഏറ്റവും കൂടുതൽ തൊലിക്കെട്ടി, നിങ്ങളെല്ലാവരെയും ഞാൻ സഹിക്കുന്നില്ലേ, അപ്പൊ എനിക്ക് തന്നെയാ തൊലിക്കെട്ടി കൂടുതലെന്ന് അലീന ഒരു ചെറു പുഞ്ചിരിയോടുകൂടി അവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ബബിത പറഞ്ഞാതെ, എനിക്ക് വേണ്ട ആ കിരീടം. അല്ല ബബിത, നീ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? നീ ഇനി കോളേജിൽ പോകുന്നേ ഇല്ലേ? അത് പിന്നെ ഇനി ഈ വർഷം പോട്ടെ, ഇനി ഇവളുടെ സ്കൂള് പോലെ ഒന്നും അല്ല കോളേജ്. എല്ലാവരും ഞാൻ അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, നാളം കെടുത്താനായിട്ട്. അല്ല, നിന്റെ ഈ ഒരു വർഷമല്ലേ നഷ്ടപ്പെടാൻ പോകുന്നത്? ഒരു വർഷമല്ലേ, പോട്ടെ, അടുത്ത വർഷം ഞാൻ വേറെ ഏതെങ്കിലും കോളേജിൽ ചേർന്നോളാം. അപ്പൊ കൃഷ്ണമോള് പറഞ്ഞു, ഇവിടെ ആർക്കും ഒരു നിർബന്ധമില്ല കോളേജിൽ ചേരണമെന്നോ പഠിക്കണമെന്നോ ഒന്നും. അതെ, ഞാൻ നിന്നോടല്ല സംസാരിക്കുന്നത്, ഞാൻ സംസാരിക്കുന്നതേ അച്ഛനോടാ. അപ്പൊ ബാലചന്ദ്രൻ പറഞ്ഞു, അതെ, പഠിപ്പിന്റെ വില അറിയാത്തവർ അത് നിസ്സാരമായിട്ട് കാണുന്നത്, അത് നീ മറക്കരുത് കേട്ടോ ബബിതേ. പഠിപ്പ് അത് തന്നെയാ മെയിന്. ഒരു വർഷമാ പോകുന്നത്. അപ്പൊ കൃഷ്ണമോൾ അവിടെ നിന്ന് എണീറ്റ് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു, അതെ, നിന്നെ സ്കൂളിൽ കൊണ്ടുവിടാനേ ഞാൻ വരാം. അയ്യോ വേണ്ട, അച്ഛനെ ആരെങ്കിലും കളിയാക്കിയാൽ അതെനിക്ക് ഇഷ്ടാവില്ല. വേണ്ടാന്ന് പറഞ്ഞില്ലേ, ഞാൻ വന്നോളാന്നേ, എന്നെ ആര് കളിയാക്കാന്? എന്റെ മോള് തനിച്ചു പോകണ്ട, നിന്റെ കൂട്ടുകാര് എങ്ങനെ പ്രതികരിക്കുന്ന അറിയില്ലല്ലോ, അതെനിക്കൊന്ന് കാണണം. അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ നിന്നെ സ്കൂളിൽ കൊണ്ടാക്കാൻ വരാം. പിന്നെ ഹെഡ് മാസ്റ്ററിനെ കണ്ട് നിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ഏൽപ്പിക്കുകയൊക്കെ വേണം, അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവത്തില്ല മോളെ, അതാ ഞാൻ വരാന്ന് പറഞ്ഞത്. എന്നാ പിന്നെ അച്ഛൻ വന്നോ? താങ്ക് യു അച്ഛ. അച്ഛൻ വന്നാ പിന്നെ എനിക്കൊന്നും നോക്കാനില്ല, എനിക്ക് ഒന്നും കൂടി എന്റെ മനക്കരുത്തും ഈ പറയുന്ന ഭഗവതിച്ച് പറഞ്ഞ തൊലിക്കെട്ടിയില്ലേ അതും കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കൃഷ്ണ കൈ കഴുകാനായിട്ട് അങ്ങ് പോയി. പുറകെ ബാലചന്ദ്രനും പോയി. അവിടെ കുത്തിയിരിക്കുകയാണ് നമ്മുടെ ബബിത. ഏതായാലും അലീന ഇതെല്ലാം കണ്ടിട്ട് എന്താ പറയാ, നമ്മുടെ ബാലചന്ദ്രന്റെ കൃഷ്ണമോളുടെ സ്നേഹം കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ കൃഷ്ണമോളെ കൊണ്ടാക്കാൻ വേണ്ടി പോവുക നമ്മുടെ ബാലചന്ദ്രൻ. അപ്പോഴത്തേക്ക് നമ്മുടെ അലീന പറഞ്ഞു, മോളെ കൃഷ്ണമോളെ, ആര് എന്ത് പറഞ്ഞാലും മൈൻഡ് ചെയ്യുവേ ചെയ്യരുത്, ആരോടും ഒരു പുഞ്ചിരി അത് മാത്രം മതി, ഇരുതല മൂർച്ചയുള്ള വാളിന്റെ മുനം മടങ്ങും. ഇത് കണ്ടില്ലേ, ഈ ചിരി കണ്ട് ഈ കണ്ണ് കണ്ട് മടങ്ങും, അത് ഉറപ്പാ. അതുകൊണ്ട് കൊച്ചേ പോയിട്ട് വായേ, സന്തോഷത്തോടു കൂടി പോയിട്ട് വാ, പഠിക്കണം കേട്ടോ. കൂട്ടുകാര് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളയുക, അത് കേട്ട് കരഞ്ഞ് വിളിച്ചൊന്നും അവിടെ ഇരിക്കാൻ പാടില്ല കേട്ടോ, എന്നാ പിന്നെ പൊക്കോ എന്ന് പറഞ്ഞുകൊണ്ട് കാറിലേക്ക് കയറ്റി വിട്ട് ഒരു ടാറ്റയൊക്കെ കൊടുത്ത് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് നമ്മുടെ അലീന ഒരു ബെസ്റ്റ് വിഷസ് ഒക്കെ കൊടുത്തിട്ട് വിടുകയാണ്. ഏതായാലും ഒത്തിരി ആശ്വാസമുണ്ട് നമ്മുടെ കൃഷ്ണമോൾക്ക്. അലീനയുടെ ആ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഭയങ്കരമാട്ടോ. അത് ആർക്കാണെങ്കിലും പെട്ടെന്ന് അങ്ങോട്ട് തളർന്നു വീണ് കിടക്കുന്ന ഒരുത്തിന് പെട്ടെന്ന് ഉയർത്തെണീക്കുവാനുള്ള എന്തോ ഒരു മാജിക് അല്ലെങ്കിൽ മായാജാലം നമ്മുടെ അലീനയുടെ കയ്യിലുണ്ട്. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ശരണ്യയുടെ വീടാണ് കേട്ടോ. അപ്പൊ ശരണ്യയുടെ വീടിന്റെ ഉമ്മറത്തെ ശരണ്യയുടെ ആങ്ങളമാരും അച്ഛനും കൂടി ഇരിക്കുമ്പോഴത്തേക്കും ശ്രീകുമാരി എന്ന് പറയുന്ന ഒരു സ്ത്രീ അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് പറഞ്ഞു, എന്റെ പേര് ശ്രീകുമാരി, ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ കണ്ടായിരുന്നല്ലോ, അപ്പം എനിക്ക് അവളെ ഒന്ന് കാണുമായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അതിനിപ്പോ എന്താ, അവള് അകത്ത് ഉണ്ട്, ബാ അകത്ത് കയറിക്കോ, അവളെ കണ്ടോ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ശ്രീകുമാരി ചോദിക്കുന്നുണ്ട്, ശരണ്യക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അവക്ക് ഇപ്പൊ ആ ഒരു വിഷമം ഭയങ്കര ഷോക്കായി പോയില്ലേ, അതിന്ന് എനിക്ക് മനസ്സിലായി, ഇനി കൂടുതലൊന്നും പറയണ്ട, കാണുന്നതിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലെ? ഇല്ല, കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല,
എന്നും തിരക്കാണ്. കാണാൻ വരുന്നവരുടെ. നമ്മുടെ നാട്ടിൽ ഇത്രയും പാർട്ടിയും സംഘടനയൊക്കെ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. അതങ്ങനെയാന്നേ. ഒരു ദുരന്തം വരുമ്പോ എല്ലാവരും കൂടെ ഉണ്ടാകും. രാഷ്ട്രീയ പ്രമുഖതയുള്ള നാടല്ലേ കേരളം എന്നിങ്ങനെ പറയാം. ഏതായാലും ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു അതൊരു വക്കീലാണെന്ന് നിങ്ങളോട്. പക്ഷെ വക്കീലല്ല കേട്ടോ. പുള്ളിക്കാരി എന്തോ രാഷ്ട്രീയ പ്രവർത്തകയോ അങ്ങനെ ആരാണ്ടാന്ന് തോന്നുന്നു പുള്ളിക്കാരി കേട്ടോ. അല്ലാതെ വക്കീലല്ലേ. ഞാൻ വക്കീലുമായിട്ട് സംസാരിക്കുന്നതെന്ന് ഇന്നലെ നിങ്ങളോട് പറഞ്ഞത്. അപ്പം സൂര്യ ഒന്ന് ക്ഷമിച്ചേക്കണം, ഒന്ന് മാറിപ്പോയതാണ്. നമ്മുടെ കയ്യിൽ നിന്ന് പറ്റിയൊരു അബദ്ധമാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ ശരണ്യനെ കാണാനായിട്ട് അകത്തേക്ക് കയറുകയാണ്. ശരണ്യ എന്തോ വായിച്ചോണ്ടോ എന്തോ നോക്കിക്കൊണ്ടോ ഒക്കെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കാണ് ആ സ്ത്രീ അകത്തേക്ക് കയറി വരുന്നത്. ആ സ്ത്രീയെ കണ്ടതും നമ്മുടെ ശരണ്യ എണീറ്റ് ഉടനെ തന്നെ ആ സ്ത്രീ ചോദിച്ചു, അല്ല കുട്ടിയുടെ വിഷമങ്ങളൊക്കെ മാറിയോ? അല്ല നീ എന്തിനാ ബുക്കും പുസ്തകമൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്? ഇനി പഠിക്കാൻ പോകുന്നുണ്ടോ? അപ്പോഴത്തേക്ക് നമ്മുടെ ശരണ്യയുടെ അച്ഛൻ പറഞ്ഞു, അവക്ക് പോകണമെന്നുണ്ട്. എന്തിന്? ഇവക്ക് ജോലി ഞങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാ ഇനി പഠിക്കാൻ വിടുന്നത്? അല്ല പഠിക്കണ്ടേ മേഡം? ചേട്ടാ, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നടപ്പിലാക്കിക്കൊണ്ട് വരികയാണ്. ഇവിടെ ഇനി പഠിക്കാനൊന്നും വേണ്ട ഒരു ആവശ്യമില്ല. വെറുതെ അതെല്ലാം തൊലച്ചു കളയല്ലേ ഞങ്ങള് വിചാരിക്കുന്ന കാര്യങ്ങളും ഞങ്ങൾ തരുന്ന വാഗ്ദാനങ്ങളൊക്കെ. അല്ല ഇവിടെ ഇനി പഠിക്കാനേ പോണ്ടെന്നാണോ നിങ്ങൾ ഈ പറയുന്നത്? എനിക്കിത് മനസ്സിലാവുന്നില്ലെന്ന് ശരണ്യയുടെ അച്ഛൻ. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, അതേന്നെ, അല്ലാതെ തന്നെ ഇവക്ക് ജോലി കിട്ടും. സ്വീപ്പർമാരുടെ ജോലികളൊക്കെ ഉണ്ട്, ഹൗസ് കീപ്പർമാരെ ആവശ്യമുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു ജോലി ഇവക്ക് മേടിച്ചു കൊടുക്കാം. അത് പിന്നെ ഇവക്ക് മെഡിസിന് ചേർന്ന് പഠിക്കാൻ ആഗ്രഹം. SLCക്ക് എല്ലാത്തിനും A+ഉം A ഒക്കെ ഉണ്ടായിരുന്നു. ഓ, അതൊക്കെ പോയില്ലേ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. കൂട്ടബലാത്സംഗത്തിന് ഇടയായ പെൺകുട്ടി സമൂഹത്തിന്റെ മുമ്പിൽ ഒരു രക്തസാക്ഷി മാത്രമാണ്. അത് നിങ്ങൾ അറിയണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പം മെഡിസിൻ ഒക്കെ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കഷ്ടാ. ജീവൻ ഉണ്ടെന്നേ ഉള്ളൂ. ഈ നാട്ടിലെ സമൂഹം ഇനി അവളെ നോക്കേണ്ടത്. അല്ല പഠിക്കാൻ മേഡം, പഠിക്കാനേ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നു പോണ്ടേ? ബസ്സിൽ കയറണ്ടേ? അപ്പൊ കാണുന്ന ആളുകൾ എന്ത് വിചാരിക്കും? അവള് പുല്ല് പോലെ നടന്നു പോകുന്നു, അവക്കൊരു കോപ്പും പറ്റിയിട്ടില്ല, കൂട്ടുകാരുടെ കൂടെ ചിരിച്ചും കളിച്ചും നടക്കുന്നു. നാട്ടുകാരുടെ സിമ്പതി നഷ്ടപ്പെടും മോനെ. അപ്പം മനസ്സിലായോ? മൂക്ക് കിട്ടാനുള്ള ആനുകൂല്യം ഒന്നും കിട്ടത്തില്ല. മലയാളികളുടെ കണ്ണുനീർത്തുള്ളി ഇവള്. പീഡന കേസിലെ അതിജീവത. വീട്ടിനകത്ത് ഇരിക്കുമ്പോ കിട്ടുന്ന ആ ഒരു ഇത് ഒരിക്കലും പുറത്തിറങ്ങിയാൽ കിട്ടത്തില്ല. തുള്ളിച്ചാടി കളിച്ച് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സഹതാപം നമുക്ക് മേടിച്ചെടുക്കണ്ടേ? അപ്പോഴത്തേക്കും നമ്മുടെ ശരണ്യയുടെ അച്ഛൻ ചോദിച്ചു, എന്റെ മോക്ക് ഒരു സന്തോഷവും വേണ്ടെന്നാണോ പറയുന്നത്? വീട്ടിനകത്തിരുന്ന് സന്തോഷിക്കാലോ. ഞങ്ങൾ ഇവളുടെ പുനരധിവാസത്തിന് വേണ്ടി ബക്കറ്റ് പിരിവ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതൊക്കെ ഉണ്ടാകും ഉടനെ. പിന്നെ മുഖ്യമന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് നല്ലൊരു തുക അനുവദിച്ച് കിട്ടാൻ വേണ്ടി ഞങ്ങൾ നിവേദനവും സമർപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. ആവശ്യത്തിലേറെ പൈസ ഇവക്ക് കിട്ടും. നല്ലൊരു വീട് വെക്കാനും അതുപോലെ തന്നെ ജീവിതകാലം മുഴുവൻ ജീവിക്കാനുള്ള പൈസയൊക്കെ കിട്ടും. പക്ഷെ ഇതൊക്കെ സാധിക്കണമെങ്കിലേ പീഡന കേസിലെ അതിജീവത വീട്ടില് അടങ്ങി ഒതുങ്ങിയിരിക്കണം, പുറത്തിറങ്ങാൻ പാടില്ല. അതിന് ഇവളൊന്നും ചെയ്തില്ലല്ലോ. പീഡന കേസിലെ ഒരു പ്രതിയുടെ വീട്ടിൽ നിന്ന് ഒരു ലേഡി ഇവളെ കാണാൻ വേണ്ടി വന്നില്ലേ? അത് ആ വീട്ടിലെ വേലക്കാരിയാ. ആദ്യം വന്നപ്പോ കോളനിക്കാരെല്ലാം കൂടി അവളെ വളഞ്ഞിട്ട് തല്ലി, മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ വരെ പോയി. കത്തിക്കണമായിരുന്നു. അപ്പോഴേ നമ്മുടെ പ്രതിഷേധത്തിന്റെയും പ്രക്ഷോഭത്തിന്റെയും ശക്തി ജനങ്ങളിൽ എത്തത്തുള്ളായിരുന്നു. യഥാർത്ഥ സമരത്തിന് രക്തസാക്ഷികളൊക്കെ അത്യാവശ്യമാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, എന്റെ മക്കളാ മണ്ണെണ്ണ ഒഴിച്ചത്, അറിയാമോ? അതിനവര് ജയിലിൽ പോയി കിടക്കേണ്ടി വരില്ലേ? ജയിലിൽ പോകണം. ആത്മത്യാഗങ്ങളെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. സ്വന്തം സഹോദരിക്ക് വേണ്ടിയല്ലേ, അവളുടെ ജീവിതം രക്ഷിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവളുടെ ചവിട്ടി അരയ്ക്കപ്പെട്ട അഭിമാനം ഉയർത്തി പിടിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്തെന്ന് ഓർത്തോണ്ട് കുഴപ്പമൊന്നുമില്ല. അത് പിന്നെ അവര് കേസിൽ പെടേണ്ടായിരുന്നു. പോലീസ് കസ്റ്റഡിയിൽ എടുത്ത് ലോക്കപ്പിൽ ഇട്ടതാ. ആ പെണ്ണ് പരാതി കൊടുക്കാൻ തയ്യാറായില്ല മേഡം. അങ്ങനെയാ എന്റെ മക്കള് രക്ഷപ്പെട്ടത്. അതൊക്കെ അവരുടെ നയതന്ത്രങ്ങളാണെന്നേ. പ്രതിയുടെ വീട്ടിലെ വേലക്കാരിക്ക് അതിജീവിതയായിട്ട് എന്താ കാര്യം? എന്ത് ബന്ധമുള്ളത്? അവക്ക് എന്ത് സഹാനുഭൂതിയാ ഉള്ളത്? മുൻപരിചയമുണ്ടോ? ഇല്ലല്ലോ. ഒരേ സമുദായമാണോ? അല്ലല്ലോ. ഒരേ ജാതിയാണോ? അതും അല്ല. പിന്നെ എന്താണ് അവളുടെ ഉദ്ദേശം? അത് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. കരുതി കൂട്ടി അയച്ചതാണ്. അതിലൊരു ഹിജൻ അർജന്റുണ്ട്. അത് പിന്നെ ഇവിടെ വന്ന് ആ പെണ്ണും ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഇവിടെ ആശ്വസിപ്പിച്ചു, സംസാരിപ്പിച്ചു, ചിരിപ്പിച്ചു, അത്രയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ വേറൊന്നും. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം. അവളോട് നിങ്ങൾക്ക് സോഫ്റ്റ് കോർണർ കാണുമായിരിക്കും. ഞങ്ങളെല്ലാം അറിഞ്ഞു. ഇവളെ അമ്പലത്തിൽ കൂട്ടിക്കൊണ്ട് പോയതൊക്കെ അറിഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എന്താ അവരുടെ ഉദ്ദേശം? എന്തിനു വേണ്ടി? ഇവക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് വരുത്തി തീർക്കണം.
ഇവള് ആ ഷോക്കിൽ നിന്ന് പുറത്ത് കടന്ന് സാധാരണ ജീവിതത്തിലേക്ക് വരുമ്പോ അവര് അടുത്ത തന്ത്രമായിട്ട് വരും. അല്ല അതെന്ത് തന്ത്രമാ? പ്രതികളെ കേസിൽ നിന്ന് രക്ഷിക്കുവാനുള്ള തന്ത്രം, അതാണ് മഹാതന്ത്രം. നമുക്കറിയില്ല, അവർക്ക് അറിയത്തുള്ളൂന്നേ ആ തന്ത്രം. പൈസ, സ്വർണം, ഭൂമി, വീട്, ഇതിലേതെങ്കിലും ഒരെണ്ണം പ്രോമിസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ആ കുട്ടി പറഞ്ഞിട്ടില്ല. സൂക്ഷിക്കണം, ചിലപ്പോ അതെല്ലാം പുറകെ വരും. പ്രലോഭനങ്ങൾ, വാഗ്ദാനങ്ങൾ, സമ്മാനങ്ങള്, അങ്ങനെ പലതും പലതും കടന്നു വരാനുള്ള വാതിൽ നിങ്ങളിപ്പോ തുറന്നിട്ടിരിക്കുകയാണ്. ഏത് വാതിൽ? എന്താ മേഡം ഈ പറയുന്നത്? ഈ മുറിക്ക് ഒരു വാതിലേ ഉള്ളൂ, നിങ്ങൾ ഏത് മാഡോ പറയുന്നത്? അലീന എന്ന വാതിലിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്, അല്ലാതെ ഈ വീടിന്റെ വാതിലല്ല. ശത്രുപാളയത്തിൽ നിന്ന് ഒരു ചാരവനിത കടന്നു വന്നപ്പോഴത്തേക്കും നിങ്ങൾ തടഞ്ഞില്ല. അതാണ് നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. നിങ്ങൾ ഒരിക്കലും അവർക്ക് അവസരം കൊടുക്കരുതായിരുന്നു. അങ്ങനെ അവസരം കൊടുത്തിട്ടല്ലേ? അല്ല, ഞങ്ങൾ ഇനി എന്ത് ചെയ്യണമെന്ന മേഡം ഈ പറയുന്നത്? ഇപ്പോൾ ഉള്ള ഇമേജ് പീഡിപ്പിക്കപ്പെട്ട കൂട്ട മാനഭംഗത്തിനുള്ള പെൺകുട്ടി അതിജീവിത, ആ ഇമേജ് ഒരിക്കലും കളഞ്ഞു മുടിപ്പിക്കരുത് നിങ്ങൾ. അത് കളഞ്ഞു മുടിപ്പിച്ചാൽ തീർന്നു. സമൂഹത്തിന്റെ മനസാക്ഷിയുടെ നേർക്കുള്ള ചോദ്യചിഹ്നമായിട്ട് ദുഃഖപുത്രിയെ പോലെ അവൾ ഈ വീട്ടിൽ കഴിഞ്ഞുകൂടണം. അതാണ് ചെയ്യേണ്ടത്. അപ്പൊ പിന്നെ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സഹായധനമോ വീടോ തൊഴിലോ ഒന്നും നിങ്ങളെ തേടി എത്തില്ല. ആ സാധ്യതകളൊന്നും നിങ്ങൾ നശിപ്പിച്ച് കളയരുത്. അത് നമുക്ക് ഗവൺമെന്റ് തരുന്നതാണ്. ആ അലീന ഇനി ഇവിടെ വന്ന വീട്ടിൽ കയറ്റരുത്. അവളെ അടുപ്പിക്കരുത്, അവളോട് സംസാരിക്കരുത്, അവളോട് മിണ്ടരുത്. കയറ്റിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇതെല്ലാം കളഞ്ഞിട്ട് ഞങ്ങളുടെ പാട്ടിന് പോകും. പിന്നെ നിങ്ങൾക്ക് ഒരു സഹായം ഉണ്ടാകത്തില്ല, ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടാകത്തില്ല, ഒരു സമുദായം നിങ്ങളുടെ കൂടെ നിൽക്കത്തില്ല. കേട്ടല്ലോ? പിന്നെ ശരണ്യ എന്നെ നോക്കിയ ശരണ്യ എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ പറഞ്ഞു, ഞാൻ ഈ പറയുന്നതൊക്കെ നിന്റെ ക്ഷേമത്തിന് വേണ്ടിയാ, അത് നീ മനസ്സിലാക്കണം. നീ ഇങ്ങനെ വെറുതെ തലയാട്ടിയാ പോരാ. ആ അലീന ഇനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അവളോട് സംസാരിക്കരുത്. അവള് വിളിച്ചു കഴിഞ്ഞാൽ വീടിന് പുറത്തു പോകരുത്. അത് പിന്നെ എനിക്ക് ആ ചേച്ചിയെ ധൈര്യം തന്നത്, ആ ചേച്ചിയാ എന്നോട് ഒരുപാട് സംസാരിക്കുന്നത്, എന്നെ ആശ്വസിപ്പിച്ചത്. ആ ചേച്ചിയുടെ വാക്കുകളാ എന്റെ മുറിവ് ഉണക്കിയത്, എനിക്ക് സ്നേഹം തന്നത്. അപ്പൊ ഞാൻ ആ ചേച്ചീനെ എന്തിനടുപ്പിക്കാതിരിക്കണം? എനിക്ക് ആ ചേച്ചീനെ ഒരുപാട് ഇഷ്ടാ. കഴുതേ, നീ എന്താ പെങ്കൊച്ച ഈ പറയുന്നത്? ആ ഇഷ്ടമുള്ള ചൂഷണം ചെയ്യും, നിന്നെ കൊണ്ട് മൊഴി മാറ്റി പറയിപ്പിക്കും. അതാണോ നിനക്ക് വേണ്ടത്? അത് പിന്നെ ഞാൻ അലീന ചേച്ചിയോട് സത്യങ്ങളെല്ലാം പറഞ്ഞല്ലോ. എന്ത് സത്യം? എന്ത് സത്യം നീ പറഞ്ഞത്? അത് പിന്നെ അലീന ചേച്ചി ജോലിക്ക് നിൽക്കുന്ന വീട്ടിലെ പയ്യൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ല. എന്നെ ആ പയ്യൻ ഉപദ്രവിച്ചിട്ടില്ല, റേപ്പ് ചെയ്തില്ല. കൂട്ടുകാർ ബലമായിട്ട് പിടിച്ചു വലിച്ചുകൊണ്ട് വന്ന് എന്റെ ദേഹത്തേക്ക് തള്ളിയിട്ടു. എന്നിട്ടും അത് കുതറി എണീറ്റ് മാറിപ്പോയി. എന്നിട്ട് അയാളെ ഒരു ബാത്റൂമിൽ കൊണ്ടുപോയി അടച്ചിടുകയായിരുന്നു. എന്നിട്ട് കുറെ കഴിഞ്ഞിട്ടാ തുറന്നു വിട്ടത്. നീ ഇതെല്ലാം അലീനയോട് പറഞ്ഞോ കൊച്ചെ? ഞാന് അലീനയോട് പറഞ്ഞു. എന്നിട്ട് അവള് മൊഴിമാറ്റി പറയാനും കോടതിയിലെ സത്യങ്ങൾ പറയാനും നിന്നെ നിർബന്ധിച്ചില്ലേ? ഇല്ല, എന്നോട് അലീന ചേച്ചി ഒന്നും പറഞ്ഞില്ല. നീ അവളോട് പറഞ്ഞത് വലിയ മണ്ടത്തരവും തെറ്റുമായി പോയി. നീ അത് പറയരുതായിരുന്നു കൊച്ചേ. നീ എന്തിനാ അതൊക്കെ വിളിച്ചു പറഞ്ഞത്? അത് ഞാൻ സത്യമേ പറഞ്ഞുള്ളൂ. സത്യം പറയാൻ നീ ആര്? സത്യവതിയോ ശീലാവതിയോ? അലീനയോട് സത്യം പറഞ്ഞു ഇരിക്കട്ടെ. ഇനി കോടതിയിൽ ചെല്ലുമ്പോൾ മൊഴി മാറ്റി പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് നിന്റെ കുടുംബത്തിന് തന്നെയാ ദോഷം. പിന്നെ അവന്റെ കൂടെ പേര് നീ പറഞ്ഞത് അതിന് ഇനി മാറ്റാൻ പാടില്ല വച്ചേ. അത് പിന്നെ പോലീസുകാരും പാർട്ടിക്കാരും എല്ലാവരും കൂടെ നിർബന്ധിച്ചിട്ടാ ഞാൻ അവന്റെ പേര് പറഞ്ഞത്, രോഹിത്തിന്റെ പേരും കൂടി പറഞ്ഞത്. അല്ലാതെ എനിക്ക് അവനോട് പ്രത്യേകിച്ച് വൈരാഗ്യമോ ദേഷ്യമോ ഒന്നുമില്ല. എനിക്കിപ്പോ വലിയ വിഷമം തോന്നുന്നു. ഒരു നിരപരാധി ഞാൻ കാരണം ശിക്ഷിക്കപ്പെടുമല്ലേ? അവനൊന്നും ചെയ്തില്ലെങ്കിലും അവനവിടെ വന്നല്ലോ, ഇതെല്ലാം കണ്ടല്ലോ, അവനും ഒരു കുറ്റക്കാരൻ തന്നെയാണ്. നീ ഒരു കാര്യം മനസ്സിലാക്ക എന്റെ കൊച്ചെ, മുതലാളി വർഗത്തിന്റെ പ്രതിനിധിയാ അവനും, അതറിയണം. പണവും അധികാരവും കയ്യിലുണ്ടെങ്കിൽ പാവങ്ങളുടെ മേൽ കുതിര കയറാമെന്ന് കരുതുന്ന ഭൂഷകരുടെ കുടുംബത്തിൽ നിന്നാ അവന്റെ വരവ്. അത് നീ മറക്കരുത്. അതുകൊണ്ടാ ഞാൻ പറയുന്നതൊക്കെ അതേപടി അനുസരിക്കണം എന്ന് പറയുന്നത്. പാവങ്ങളുടെ അധ്വാനവും കണ്ണീരും വാറ്റെടുത്തുണ്ടാക്കിയത് അവളുടെ അച്ഛന്റെ ജ്വല്ലറിയും ടെക്സ്റ്റൈൽസും ഹാർഡ്വെയർസും എല്ലാം. അതും നീ മറക്കരുത്. അവർക്കെതിരെ ആഞ്ഞടിക്കാൻ നമ്മുടെ കയ്യിൽ കിട്ടിയ ഒന്നാന്തരം ആയുധമാണ് അവന്. രോഹിത്. അവനെ നമ്മൾ കേസിൽ ഉൾപ്പെടുത്താതിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല. നീ അവനെ കേസിൽ ഉൾപ്പെടുത്തണം. അവൻ നിന്നെ മാനഭംഗപ്പെടുത്തിയിട്ടുണ്ട്. അവന്റെ പേര് മായ്ച്ചു കളയുകയും വേണ്ട. നീ മൊഴി ഒരിക്കലും മാറ്റി പറയാനും പാടില്ല. ഈ ഒരു മൊഴിയിൽ തന്നെ തുടർന്ന് പോണം. നീ മനസ്സിലായല്ലോ? മൊഴി മാറ്റി പറഞ്ഞാൽ നീ അവസരവാദിയാണ് എന്ന് എല്ലാവരും നിന്നെ മുദ്ര കുത്തും. നിന്റെ കുടുംബക്കാരെ എല്ലാവരും കളിയാക്കും, നാണം കെടുത്തും.
ഇതാണ് പറയുന്നത്. ശത്രുവിനെ വീട്ടിൽ കയറ്റിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കും. അത് പിന്നെ മേഡം ഇവളുടെ മനസ്സിൽ കല്ലമില്ലാത്തോണ്ടല്ലേ മേഡം പറഞ്ഞു പോയത്. പറഞ്ഞതിരിക്കട്ടെ, ഇനി ആവർത്തിക്കാതിരുന്നാ മതി. ചില സത്യങ്ങൾ കുഴിച്ചു മൂടാനുള്ളത് കുഴിച്ചു മൂടുക തന്നെ വേണം. അവളെ ഇനി ഇങ്ങോട്ടേക്ക് അടുപ്പിക്കാൻ പാടില്ല. അടുപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും ദോഷം. ഞാൻ പറഞ്ഞല്ലോ, 2 കാര്യം മനസ്സിൽ വെച്ചോണം. ആ സത്യം വിളിച്ചു പറഞ്ഞത് കൊണ്ട് നമുക്ക് യാതൊരു ഗുണവും കിട്ടാൻ പോകുന്നില്ല, പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, കുറച്ച് വിമർശനങ്ങളും കേൾക്കേണ്ടി വരും. സമൂഹത്തിൽ നിന്ന്, രാഷ്ട്രീയക്കാരിൽ നിന്ന്, സമുദായത്തിൽ നിന്ന്. 2ാമത്തെ കാര്യം, കേസിന്റെ ബലം കുറഞ്ഞു പോകും. നിങ്ങൾക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങളെല്ലാം നഷ്ടമാകും. നിങ്ങൾക്ക് എന്തുമാത്രം ആനുകൂല്യങ്ങളാണ് കിട്ടാനിരിക്കുന്നതെന്ന് അറിയാമോ? അതൊക്കെ മേടിച്ചെടുക്കണ്ടേ? അതിന് ഈ കേസുമായിട്ട് മുന്നോട്ടേക്ക് പോയേ പറ്റൂ. ഏതായാലും ഞാൻ ഇറങ്ങുക, മുന്നോട്ടേക്ക് പോണം, പഴയതുപോലെ തന്നെ. പറഞ്ഞതൊക്കെ ഓർമ്മ വേണം എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ അങ്ങ് പോവുകയാണ് കേട്ടോ. ദൈവമേ, ഇതുപോലെയുണ്ടോ രാഷ്ട്രീയക്കാരെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. എന്തെങ്കിലും ആട്ടെ, ഏതെങ്കിലും ആട്ടെ. നിങ്ങളെ പറയുന്ന പോലെ കഥയിൽ ചോദ്യമില്ലല്ലോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. കഥ പറയാൻ വന്നാണെ കഥ പറഞ്ഞിട്ട് പോകണം. മിക്കവരും അങ്ങനെ തന്നെയാണ് കമന്റ് ഇടുന്നത്. അതുകൊണ്ട് ഞാൻ ഇനി കൂടുതൽ വ്യാഖ്യാനിക്കാനൊന്നും നിൽക്കുന്നില്ല. ഇതേ സമയം നമ്മുടെ ഗോവർദ്ധൻ എത്താട്ടോ. നമ്മുടെ ബാലചന്ദ്രന്റെ അടുത്താണ് ഗോവർദ്ധൻ വരുന്നത്. അപ്പം ഗോവർദ്ധനെ വിളിച്ചായിരുന്നല്ലോ വരണമെന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു ഇതിലാണ് ഗോവർദ്ധൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അങ്ങനെ നമ്മുടെ ഗോവർദ്ധനോട് ബാലചന്ദ്രൻ കയറി വന്നിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കണക്കും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറയുകയാണ്. എന്തോ 14 ലക്ഷം രൂപയുടെ കണക്കോ 15 ലക്ഷം രൂപയുടെ കണക്കോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഏതായാലും അതൊക്കെ കഴിഞ്ഞിട്ട് ബാലചന്ദ്രൻ പറഞ്ഞു, ഞാൻ നിന്നോട് വരാൻ പറഞ്ഞു ഇതിനൊന്നുമല്ല, എനിക്കൊരു കാര്യം നിന്നോട് സംസാരിക്കാനുണ്ട്. എന്നതാ ബാലേട്ടാ? അതെ, നമ്മുടെ രോഹി ഉണ്ടല്ലോ, അവന് ആ പീഡന കേസിൽ ശരിക്കും പ്രതിയല്ല. അവൻ മനഃപൂർവ്വം അവനെ കുടുക്കിയത്. അവൻ നിരപരാധിയാ. അല്ല, അപ്പം അങ്ങനെയല്ല പെങ്കുച്ച പോലീസിനോട് പറഞ്ഞത്. 4 പേര് പീഡിപ്പിച്ചെന്നല്ലേ? ഇപ്പൊ ഇങ്ങനെ 3 പേരായി രോഹിത് മാറി. അതൊക്കെ പച്ചക്കള്ളമായിരുന്നടോ, വെറും പച്ചക്കള്ളം. അലീന ആ ശരണയുടെ വീട്ടില് ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നില്ലേ? കഴിഞ്ഞ തവണ പോയപ്പം അവള് അലീനയോട് സത്യം തുറന്നങ്ങ് പറഞ്ഞു. അലീനയോട് മുഴുവൻ അങ്ങ് സംസാരിച്ചു, മനസ്സ് തുറന്നു. രോഹിത് അതിൽ ഒരു പങ്കുമില്ലത്രേ. രോഹി ആ പെങ്കൊച്ചിന്റെ ദേഹത്തൊന്നും തൊട്ടിട്ട് കൂടിയില്ല. അല്ല, ഇനിയിപ്പം അവളിത് തിരുത്തി പറയുമോ ബാലേട്ടാ? പറയിപ്പിക്കണം. അതിനുള്ള മാർഗം എന്താണെന്ന് വെച്ചാൽ ആലോചിക്കണം. അതിനാ ഞാൻ തന്നെ വിളിച്ചു വരുത്തിയത്. എത്രയും പെട്ടെന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ നീക്കണം. അല്ല, പോലീസിനോട് ആ പെണ്ണ് സത്യം പറഞ്ഞാൽ പോരെ? പോലീസിനോട് മാത്രം പറഞ്ഞാൽ പോരാ. പത്രസമ്മേളനം വിളിച്ചു കൂട്ടി സകല പത്രക്കാരോടും പറയണം, മാധ്യമങ്ങളുടെ മുമ്പിൽ തുറന്നു പറയണം, എല്ലാ TV ചാനലിനോടും പറയണം, സകല സാമൂഹ്യ മാധ്യമങ്ങളോടും പറയണം. ഒരു മാധ്യമത്തെ പോലും ഇടാൻ പാടില്ല. അവരെല്ലാവരും ആഘോഷിച്ചതല്ലേ. അല്ല, അത് പിന്നെ ആ പെൺകുട്ടി പത്രസമ്മേളനം നടത്തി സത്യം പറയാന്ന് വല്ലതും സമ്മതിച്ചോ? ഇല്ല, സമ്മതിച്ചിട്ടില്ല. അതാണ് നമ്മുടെ പ്രശ്നം. അലീനയോട് മാത്രമേ അവള് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുള്ളൂ, പറഞ്ഞിട്ടുള്ളൂ. അവളുടെ വീട്ടുകാർക്ക് ഇതൊക്കെ അറിയാം. അല്ല ബാലേട്ട, നമുക്ക് പോലീസിനോട് പറഞ്ഞ് അവർക്ക് ചോദ്യം ചെയ്ത് സത്യം പുറത്തു കൊണ്ടിരത്തില്ലേ? ഓ എന്റെ പൊന്ന് തിരിവണ്ട, അവരാ എന്റെ മകനെ കൂടെ പ്രതി ചേർക്കാൻ വേണ്ടി ഉത്സാഹിച്ചത്. ആ പോലീസുകാര് എല്ലാരെയും പൂട്ടണം, എനിക്ക് പൂട്ടണം. ആ CI ഗോപാലകൃഷ്ണ പണിക്കര്, അയാളൊരു മോഷണം തന്നെയാ ബാലേട്ട. അന്ന് അലീനയെ ചോദ്യം ചെയ്യാൻ വിളിച്ചോണ്ട് പോയിട്ട് അയാളെ പാതിരാത്രി വരെ അലീനെ കസ്റ്റഡി വെച്ചുകൊണ്ടിരുന്നത്. അയാൾക്ക് എന്താ എന്നോട് ഇത്ര വൈരാഗ്യം? എന്താ ഗോവർദ്ധന? എനിക്കറിയത്തില്ലാത്തത്. ഒന്ന്, അവന്റെ അസോസിയേഷന്റെ പിരിവിന് വന്നപ്പോ നമ്മൾ അയാൾ ചോദിച്ച അത്രയും എമൗണ്ട് കൊടുത്തിട്ടില്ല. പിന്നെ 2ാമത്തെ കാര്യം പറയാം, നമ്മുടെ ജ്വല്ലറിയിൽ നിന്ന് സ്വർണ്ണം അടിച്ചു മാറ്റിയ കേസ് ഉണ്ടായിരുന്നല്ലോ. ആ കേസ് പിടിച്ചപ്പം അയാള് നല്ലൊരു എമൗണ്ട് കൈക്കൂലിയായിട്ട് പ്രതീക്ഷിച്ചിരുന്നു. നമ്മൾ അതും കൊടുത്തില്ല. അതൊക്കെ ഉണ്ടല്ലോ മനസ്സില്. ഓ, അത് സാരമില്ല ഗോവർദ്ധന. അയാളുടെ തലയ്ക്ക് മീതെയും പോലീസ് ഉണ്ടെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. എനിക്ക് കാണിച്ചു കൊടുത്തല്ലേ പറ്റത്തുള്ളൂ. അല്ല ബാലേട്ട, ആ പെങ്കുച്ച് നമ്മുടെ കൂടെ നിൽക്കുവോ? അതാണ് ഗോവർദ്ധന പ്രശ്നം. അലീനയോട് അവള് സത്യം പറഞ്ഞു. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞതാ, എല്ലാവരോടും പറയണമെന്നില്ലല്ലോ. അല്ല, അലീന എന്താ ബാലേട്ട പറയുന്നത്? അലീന പറയുന്നത് എന്താണെന്ന് ചോദിച്ചാല്, നമ്മളായിട്ടൊന്നും ചെയ്യണ്ട എന്നാണ് അലീനയും പറയുന്നത്. അലീനയുടെ അഭിപ്രായം അതാ. അതെന്താ അവൾ അങ്ങനെ പറഞ്ഞത്? നമ്മളല്ലേ എന്തെങ്കിലും ചെയ്യേണ്ടത്, അല്ലാതെ അവരല്ലല്ലോ. അത് എടോ, നമ്മൾ ആ വിഷയം കുത്തിപ്പൊക്കാൻ നോക്കിയാല് ആ പെണ്ണ് അത് നിഷേധിക്കാനുള്ള സാധ്യതയുണ്ടെന്ന്. അങ്ങനെ നിഷേധിച്ചു കഴിഞ്ഞിട്ടുണ്ട് ശരിയാവില്ലല്ലോ. പീഡന കേസിലെ പെണ്ണ് പറയുന്നതാണല്ലോ അവസാന വാക്ക് എന്ന് പറയുന്നത്. അല്ല, നമ്മൾ ഇത്രയൊക്കെ അറിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാതിരുന്നാല് എങ്ങനെയാ ശരിയാവുന്നത് ബാലേട്ട? എന്തെങ്കിലും ചെയ്യണ്ടേ? ആ പെണ്ണിന്റെ വീട്ടുകാരെ ചെന്ന് കണ്ട് നമ്മൾ പ്രഷർ ചേർത്തണം. അവരോട് പറയണം, അവള് കള്ളം പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം തകർക്കരുതെന്ന് പറയണം. എല്ലാവരും കൂടെ ചേർന്ന് ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം തകർക്കുന്നത്. പത്രക്കാരോടും ചാനലുകാരോടും പറഞ്ഞത് വലിയൊരു സംഭവമാക്കണം ബാലേട്ട. അതല്ലേ ചെയ്യേണ്ടത്? ഇത് കേട്ടിട്ട് നമ്മുടെ ബാലൻ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ബാലൻ അറിയാൻ എടുത്ത് ചാടിയത് ശരിയാവില്ല, അലീന പറഞ്ഞാൽ കറക്റ്റ്. ഏതായാലും നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാം എന്താ സംഭവിക്കാൻ പോകുന്നത്. ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ടാറ്റ ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാമേ. ഹൈപ്പ് അടിക്കാനും ലൈക്ക് അടിക്കാനും മറക്കരുതേ.